ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ഈ ഗ്യാസ് വണ്ടി ബജാജ് മാക്സിമയിൽ ഇടയ്ക്കിടയ്ക്ക് റിവേഴ്സ് ഗിയർ ഇടുന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നം ചില പേർക്കൊക്കെ വരുന്നുണ്ടാവും ഇല്ലേ? അതിനൊരു ചെറിയൊരു മാർഗ്ഗമാണ് ഞാൻ പറയുന്നത് കേട്ടോ. റിവേഴ്സ് ഗിയർ ഉണ്ടെങ്കിൽ ഈ ഫ്രിങ് ഉണ്ടോ, ഇതിൻ്റെ ആ വരുന്ന ഫ്രിങ്ങാണ്. ആ ഫ്രിങ് അതിന് ചെറിയ കുഴപ്പം പിന്നെ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. ഉണ്ടോ, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടുക. ചെറുതായൊന്ന് കട്ട് ചെയ്ത് വിട്ടാൽ അത് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റാകുന്നു. ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് അങ്ങനെയാണ്. ചെറുതായിട്ട് ഞാൻ കൊണ്ടുപോയി നേരായില്ല. 100 റുപ്യ ഈ ഫ്രിങ്ങിന് 100 റുപ്യാണ് വരുന്നത് അവിടെ കമ്പനിയിൽ. 100 റുപ്യ കൊടുത്ത് റെഡിയായില്ല. ഞാൻ വന്ന് ഇത് ഒരു ചെറിയൊരു കട്ട് ചെയ്ത് എന്നിട്ട് ടോക്കുമ്പോൾ ഇപ്പോൾ റെഡിയായി. ഒരുവിധം വണ്ടികൾക്കൊക്കെ ഈ റിവേഴ്സ് ഗിയറിൻ്റെ പ്രശ്നം വരുന്നതെന്നാണ് എൻ്റെ വിചാരം. ഇതൊന്ന് ചെയ്ത് നോക്കി റെഡിയാകും. വെറുതെ നമ്മൾ അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ട് ഗിയറായിട്ട് ഇതിനാണ്. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് പരീക്ഷിച്ചേക്കാം. പിന്നെ മറ്റ് കണ്ടോ, നമ്മളെ ഹാൻഡ് ബ്രേക്കിൻ്റെ ഈ പല്ല് ഇടയ്ക്കിടയ്ക്ക് പോകും. എൻ്റെ ഇടയ്ക്ക് അണ്ട് വലിച്ചിട്ടാൽ അണ്ട് ലൂസായി പോകും. അപ്പോൾ നമ്മൾ ഈ പല്ല് നേരാക്കണം. ആ പല്ലൊന്ന് കണ്ട പീസ് കണ്ട ഹാൻഡ് ബ്രേക്കിൻ്റെ പീസ് ഈ പല്ല് തേഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഗ്രൈൻഡർ കൊണ്ടൊന്ന് പിടിച്ചു കൊടുത്താൽ അത് റെഡിയാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ ഇത് വാങ്ങണമെങ്കിൽ നല്ല വില ഉണ്ട്. അപ്പോൾ വാങ്ങാനും പണിക്കൂലിയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സുഖമാവും. അപ്പോൾ നമ്മളൊന്ന് അയച്ചെടുത്തിട്ട് ചെറുതായിട്ട് ആ പല്ലൊന്ന് റെഡിയാക്കി വിട്ടാൽ പിന്നെ അത് റെഡിയാവും. അപ്പോൾ നമുക്ക് മാക്സിമം വണ്ടിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. എല്ലാവർക്കും ഉണ്ട് എനിക്കറിയില്ല. ചില വണ്ടികൾക്കൊക്കെ ഉണ്ട് ആ റിവേഴ്സ് ഗിയർ പ്രശ്നം. അതാണ് മെയിൻ. അത് വലിച്ചിടുമ്പോൾ ചിലപ്പോൾ വീഴില്ല. എന്നാൽ ഫ്രിങ് ഒന്ന് കട്ട് ചെയ്താൽ ശരിയാവുമെന്ന് എൻ്റെ വിചാരം. പിന്നെ അത് ശരിയായില്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നമാവും. ഒരുവിധം ഫ്രിങ് കട്ട് ചെയ്തിട്ടാൽ അറിയാവുമെന്ന് വിചാരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.